സ്റ്റാൻഡേർഡ് വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് ഞങ്ങൾ പ്രത്യേക ഒരു ഓഫർ ഉള്ള സീറോ ഡൗൺ സ്കീം ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് സ്കീം ഉണ്ട്. 22 NS നെക്സ്റ്റ് വരുന്ന NS ആണെങ്കിലോ 2020 NS എത്ര വയ്ക്കുന്നത്? 78 രൂപ കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന NS 2021 NS ഓക്കെ എത്ര വയ്ക്കുന്നത്? 78 രൂപ കൊടുക്കാം. നെക്സ്റ്റ് 2021 ഹൈബ്രിഡ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ വൃത്തിയുള്ള വണ്ടി എത്ര ചോദിക്കുന്നത്? അപ്പൊ ഈ വണ്ടികൾ മാത്രല്ല, നമുക്ക് ഏത് വണ്ടി വേണോ നിങ്ങളത് കമന്റ് ഇട്ടാൽ മതി. നമുക്ക് ഈ ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാവുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. സ്പ്ലെൻഡർ ആഗ്രഹിക്കുന്നവർക്ക് ഫിനാൻസിന് സ്പ്ലെൻഡർ വേണമെങ്കിൽ. ഹലോ ഗൈസ്, നമ്മളെല്ലാവരും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി വേണം, സിംഗിൾ ഓണർ വണ്ടി വേണം, ബഡ്ജറ്റിൽ വണ്ടി വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വണ്ടികളാണ്. ഒരുപാട് വണ്ടി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. അതായത് ബുള്ളറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, MT ഉണ്ട്, അതുപോലെ തന്നെ 100 ഉണ്ട്, അതുപോലെ തന്നെ KTMന്റെ വണ്ടികളാണെങ്കിലും എല്ലാ രീതിയിലുള്ള വണ്ടി കളക്ഷൻ, അതായത് റയർ പീസ് ആയിട്ടുള്ള RS, അതുപോലെ തന്നെ ഡ്യൂക്ക്, RC, V3, MT എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട്. ഇന്ന് വമ്പൻ ഓഫർ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കളക്ഷൻ, ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. 220 ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടികൾ ഏതാണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ഇട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോവാണ്. വണ്ടികൾ ആഗ്രഹിക്കുന്നത് ഇനി സ്കൂട്ടി മോഡലാണ്, സ്കൂട്ടി മോഡലൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഈ ഷോറൂമിൽ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് അടിപൊളി ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വണ്ടികളിലെല്ലാം നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വരി, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. റഫീഖ് ഭായ്, പൊളിക്കല്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്നൊന്ന് ഒത്തുകൂടാണ്. ഇന്ന് നമ്മൾ ഉഷാറാക്കും, പൊളിക്കും. കുറച്ച് കൊടുക്കണ്ടേ നമ്മളെ ചെക്കന്മാർക്ക്? കഴിഞ്ഞതിൽ എവിടുന്നൊക്കെ വന്നു നമ്മളെ കസ്റ്റമർ? ഓൾ കേരള ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ ഓൾ കേരള ഫിനാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ലോ ഡൗൺ പേയ്മെന്റ് വണ്ടി കൊടുക്കൂലേ? തീർച്ചയായിട്ടും ലോ പ്രൈസിൽ വണ്ടി കൊടുക്കൂലേ? പിന്നെന്താ, റെഡി പൈസ എടുക്കണവർക്കാണെങ്കിലും ഫിനാൻസിന് എടുക്കണവർക്കാണെങ്കിലും ഇനി വീട്ടിലേക്ക് വണ്ടി കൊണ്ടുകൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ റെഡി ആക്കി എടുക്കും. ഇതിൽ വരുന്ന ഏത് വണ്ടി ആണെങ്കിലും അത്രയും കളക്ഷൻ, ബാക്കിലേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്രയും കളക്ഷൻ വണ്ടികളാണ്. എന്തായാലും ഒന്ന് തുടങ്ങാൻ പോണ്. പൊട്ടണ വണ്ടി. അതായത് ഇന്ന് നല്ല വില കുറവിലാണോ? എന്റെ വീഡിയോ കാണുന്നവർക്ക് നല്ല ഫുൾ ഗ്ലാമർ ആയിട്ട് തുടങ്ങാം. നല്ല ഗ്ലാമറിൽ ഒരുപാട് വേറെ വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ. നമ്മള് കഴിഞ്ഞ വീഡിയോ കുറച്ച് ഗ്യാപ്പിനെ ചെയ്യുമ്പോ അപ്പൊ നമുക്ക് ഓണം ആയിട്ട് കുറച്ച് കഴിഞ്ഞ ഓണത്തിന് എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ ഓണം കളറായി. അത് ആര് കളറാക്കിയെന്നാ? സ്പൾബർ മാത്രല്ല, നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമർ, അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്തിട്ടും നിങ്ങൾ ഈ വണ്ടി വേണ്ട ആളുകൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുത്തിട്ടാണ് കുറെ ആളുകൾ ഇവിടെ വന്ന് വണ്ടി വാങ്ങിയത്. പിന്നെ ഇവരെടുത്ത് നിന്ന് വണ്ടി വാങ്ങുമ്പോൾ ഞാൻ പൊതുവേ പല ഷോറൂമിൽ, കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ഷോറൂമുകളെ വീഡിയോ എടുക്കാൻ ഞാൻ പോയാലും അതിലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ നല്ല സിംഗിൾ ഓണറിൽ വണ്ടി വിൽക്കുന്ന ഒരു ഷോറൂം തന്നെയാണ് നമ്മളെ റോയൽ മോട്ടോഴ്സ് അല്ലേ, പുലാമന്തോള്. ഓക്കെ, നമുക്ക് തുടങ്ങാണോ? എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് തുടങ്ങാം. നമുക്ക് ഓരോ വണ്ടിയുടെയും ഡൗൺ പേയ്മെന്റ് എത്രയാണെന്നും അതുപോലെ തന്നെ പ്രൈസ് എത്രയാണെന്നും സിംഗിൾ ഓണർ ആണോ ഓട്ടം എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം അല്ലേ റഫീഖ് ഭായ്? ഫസ്റ്റ് നമുക്ക് വരുന്ന 220 ആണ്. 220 എങ്ങനെയാണ് നേക്കട്ടോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ എത്ര ഇതിന് റേറ്റ് ഇടാൻ ഉദ്ദേശിക്കണ വെച്ചാൽ അതിലൊന്നുകൂടി കുറച്ച് എനിക്ക് തരണം. നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ടേബിൾ ടു ടേബിൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ കുറച്ചെടുക്കണം. ഓക്കെ, മാക്സിമം ഞാൻ മൂപ്പരൊന്നും പോലും വീട്ടിൽ ഇവിടുന്ന് പോകണുള്ളൂ. നിങ്ങളെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തെടുത്തോളി. തുടങ്ങാം നമുക്ക്. ഓക്കെ, 220 2023 മോഡൽ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ABS കാര്യങ്ങളെല്ലാം വരുന്ന സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? എങ്ങനെയാണ് ചോദിക്കുന്നത്? നമുക്കൊരു 1.30 ലാസ്റ്റ് കൊടുക്കാം. എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? 1.80 വരുന്നുണ്ട്. 1.80 ലെവൽ വരുന്നത്. നമുക്കിപ്പോ 1ന്റെ മേലെ 1ന് കുറവുള്ള വണ്ടികളും ഇല്ല ഇവിടെ. എല്ലാ വണ്ടികളും ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ മതി. 2019 നമ്മൾ അടുത്ത ഷോറൂമിലുണ്ട്. അടുത്ത ഷോറൂമിലുണ്ട്. 2 ഷോറൂമുകൾക്ക് നിലവിലുണ്ട്. ഇനിയും കേരളത്തിൽ പല സ്ഥലത്തും പല ജില്ലകളിലും തുറക്കാനുള്ള പരിപാടി ഉണ്ട് അല്ലേ? ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും പല സ്ഥലത്തും നമുക്ക് ഷോറൂം ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് V3 വരുന്നുണ്ട്. 2020 മോഡലാണ്. V3 ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ഇട്ടോളൂ. V3യുടെ ഒരു 1, 2, 3, 4 കുറെ കളക്ഷൻ ഉണ്ട്. ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആഗ്രഹിക്കുന്ന ഒരു ബ്ലൂ V3 എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ബ്ലൂവും രസമാണ്. MT എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കൂടുതൽ രസം. MT ഇല്ലേ നമ്മുടെ അടുത്ത്? ബ്ലാക്ക് തന്നെയല്ലേ? ബ്ലാക്ക് തന്നെയാണ്. ഓക്കെ, ഈ ഒരു V3 ആണ് നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് V3 2020 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്.
നമുക്ക് ഒരു 1.38 ചോദിക്കണേ, 35 ലാസ്റ്റ് നമ്മളെ ആൾക്കാർക്ക് 35 ലാസ്റ്റ് കൊടുക്കാം. ഇനി കുറയട്ടോ. അപ്പൊ ഫിനാൻസ് ആണെങ്കിൽ ഇപ്പൊ 220 ആണെങ്കിൽ എത്ര നമുക്ക് ഒരു 20 രൂപ ചെയ്യാം. 20 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് 220 ഇറക്കി കൊണ്ടുപോകാം. V3 ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫിനാൻസിൽ V3 നമുക്കൊരു 30 രൂപ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോവാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു V3 ഇത് 2021 ആണ്. 2021 ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.48 ആണ്. 1.48. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കിയാലോ? ചില വണ്ടികൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ആക്കി കാണിച്ചു കൊടുത്താലേ. യെസ്, ചിലപ്പോൾ ഈ V3 ഒക്കെ സൗണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നല്ലോ. ഞാൻ ഇടയ്ക്ക് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ആരംഭം കൊള്ളട്ടെ ചെക്കന്മാർ. ഓക്കെ, അപ്പോൾ V3 ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി. ഒക്കെ ലോ കിലോമീറ്റർ വണ്ടികൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിനാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഫിനാൻസ് കാര്യങ്ങൾ പറഞ്ഞത്? പിന്നെ ഫിനാൻസ് നമ്മൾ കസ്റ്റമറെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട്. വേറെ കാര്യമുണ്ട്, നമ്മളെന്തോ ഓണത്തിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ല, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അതായത് എങ്ങനെയാണ് സർപ്രൈസ്? ഈ വീഡിയോ കണ്ട് കസ്റ്റമർക്കൊക്കെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. അതായത് വീഡിയോ കണ്ടോളി, നിങ്ങൾക്ക് എന്തായാലും മാക്സിമം ഷെയർ ചെയ്യാം. വണ്ടികൾ ആവശ്യമുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നമ്മൾ ലൈക്ക് അടിക്കാം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ 2 ദിവസം കുറച്ചും കൂടി കഴിഞ്ഞ വീഡിയോന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറാണ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് രണ്ടും നമുക്ക് 2021 മോഡൽ തന്നെ. രണ്ടും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയി. ഓക്കെ, രണ്ടും 2021 മോഡലോ? 2021 മോഡലാണ് രണ്ടും. ഓക്കെ, രണ്ടും കണ്ടില്ലേ? ഓക്കെ, രണ്ടും വെറൈറ്റി ആണ്. ഓക്കെ, പറഞ്ഞോളി. നമുക്ക് സെയിം റേറ്റ് തന്നെ കൊടുക്കാം. ബ്ലാക്ക് ആണ്, കുറച്ചുകൂടി ഡിമാൻഡുള്ള കളറാണ്. നമുക്ക് സെയിം റേറ്റിന് ഒരു 1.48 എന്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്തായാലും. പിന്നെ നമ്മളെ പേര് പറഞ്ഞിട്ടാണ് കസ്റ്റമർ വരുന്നത് വെച്ചെങ്കിൽ പൾബർ പറഞ്ഞ പേര് കസ്റ്റമർക്ക് നമ്മളെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിനും ബസ്സിനും അല്ലെങ്കിൽ എവിടുന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ, അതായത് കേരളത്തിന് തന്നെ പല ജില്ലകളിൽ നിന്നാണ്, പല സ്ഥലത്തു നിന്നാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ്. അതായത് റെയിൽവേ സൗകര്യമുണ്ട്, ബസ് സൗകര്യമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വരുന്ന RC എത്രയാണ്? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടി വന്ന് കയറിയിരിക്കട്ടെ. എങ്ങനെയാണ് RC ചോദിക്കണം? ഇത് 2021 മോഡലാണ്. രണ്ടും 2021 മോഡലാണ്. രണ്ടും വരുന്നത്. യെസ്, RC സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് പറയണ്ട. കൂടുതൽ പൈസ ആക്കുന്നില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? വണ്ടി പഴയ മോഡൽ RCക്ക് മാർക്കറ്റിൽ കിട്ടാം അല്ലേ? അത് ഡിമാൻഡുള്ള സാധനം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2021 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 200 അല്ലേ? 200. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർ ആണ്. 21,000 കിലോമീറ്റർ. പക്ഷെ വണ്ടി ക്വാളിറ്റി വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർ ആണെന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നത് നല്ല നീറ്റിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, നല്ല നീറ്റിലാണ്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ അടുത്ത് നിന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ടയർ ആണെങ്കിലും മറ്റുള്ള എന്ത് കമ്മി ഉണ്ടെങ്കിലും വണ്ടി A to Z വർക്ക് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്ലാതെ നമ്മള് ഇപ്പൊ മിറർ വരെ അല്ലേ, വണ്ടിന്റെ മിറർ വരെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് മിററും ഉണ്ടല്ലോ എല്ലാ വണ്ടിക്കും അല്ലേ? എല്ലാ വണ്ടി ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ, ടയർ കമ്മി ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാ ടയറും ഓക്കെ ആയിരിക്കും. വണ്ടിന്റെ എല്ലാ മെക്കാനിക്കൽ ഗ്യാരണ്ടി എന്താണ്? നമ്മള് 2 ആഴ്ച ചെക്കിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. 2 ആഴ്ച ചെക്കിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, സെൽഫ്, ബാറ്ററി ഇൻക്ലൂഡിങ്. എന്തെങ്കിലും മേജർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും കൊണ്ടുവരാം. ഫ്രീ ആയിട്ട് ചെയ്തു. എനിക്ക് അതാണ് നിങ്ങളടുത്ത് വരുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരു ഉന്മേഷം കൂടുതൽ. അതാണ് നമ്മളെ കസ്റ്റമർക്ക് ഒരുപാട് കസ്റ്റമർ ഹാപ്പി ആണ്. പിന്നെ അതുപോലെ ഇവിടെ സർവീസ് സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ തന്നെ പല സർവീസ് കാര്യങ്ങളുണ്ട്. ബജാജിന്റെ വണ്ടിക്കാണ് പ്രത്യേകിച്ച് ഇവിടെ സർവീസ് ഉണ്ട്. മറ്റുള്ള വണ്ടികളാണെങ്കിലും മേജർ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ ഇൻഡിക്കേറ്റർ, ബൾബ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് 100% ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി നിങ്ങളുടെ വണ്ടി. നമ്മൾ എടുക്കുന്ന വണ്ടികളും ഈ പറയുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾ നമ്മൾ എടുക്കുന്നുള്ളൂ. എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ അല്ലേ? നമ്മുടെ അടുത്തുള്ള കസ്റ്റമർ പഴയ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു പൾസർ ഉപയോഗിക്കുന്ന ഒരാളാണ്, പൾസർ മാറിയിട്ട് V3 വേണം അല്ലെങ്കിൽ FZ വേണം. FZ ഒക്കെ അല്ലേ? FZ ഒക്കെ എൻക്വയറി വരുന്ന വണ്ടികളാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ റെഡി ആക്കി. നമ്മള് വീഡിയോക്ക് മുന്നേ പോയി ഒരു 2-3 വണ്ടി കൊടുത്തു. FZ കൊടുത്തു. ഇന്നലെ പൾസർ 150 കൊടുത്തു, R15 V4 കൊടുത്തു. കുറച്ച് വണ്ടി ഇപ്പൊ ഒരാഴ്ചയായിട്ട് കുറച്ച് ഡെലിവറി ആയിപ്പോ. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ RC കൂടി കാര്യങ്ങൾ പറയാം. ഇത് 2021 ആണ്. സെക്കൻഡ് ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. ഇത് സിംഗിൾ ഓണർ ആണ്. ഇത് സെക്കൻഡ് ഓണർ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ. 1.95 ഒക്കെ ചോദിക്കുന്നത്. ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾ വന്നോളി, അന്ന് പ്രശ്നമാക്കണ്ട. നമ്മളാളാണ് റഫീഖ് ഭായി എന്ന് പറഞ്ഞാലേ നമ്മളാളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 200 ആണ്. എത്ര ചോദിക്കുന്നത് ഡ്യൂക്ക്? 200 2023 മോഡൽ. 23 മോഡൽ. എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ 390 ഹെഡ്ലൈറ്റ്. 390 ആണ്. 23 തന്നെ സാധാ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, 390 വരുന്നുണ്ട്. ഓക്കെ,
എങ്ങനെയാണ് നമുക്ക് നമുക്ക് പ്രൈസ് ഒരു 2 ലക്ഷം രൂപ റേഞ്ചിൽ ചെയ്യാം. 2 ലക്ഷം രൂപ റേഞ്ചിൽ കൊടുക്കാം. 2.45 പുതിയ റേറ്റ് വരുന്നത്. ഓക്കെ 2.45 പുതിയതിന് വരുന്നത്. വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്, ഫുൾ സെറ്റാണ്. നിങ്ങൾക്ക് ഏത് വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ 100% ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ 2021 മോഡൽ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ എത്ര ചോദിക്കുന്നത്? ഇത് 1.70 റേറ്റ് വരുന്നത്. 1.70 റേറ്റിൽ അല്ലേ? ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ വന്നോളി. പേപ്പർ കാര്യങ്ങൾ, വണ്ടിന്റെ ഇൻഷൂർ, വണ്ടിന്റെ എല്ലാം ഫുൾ ഓക്കെ ആക്കിയിട്ട് റഫീഖ് ഭായിയുടെ വണ്ടിയൊക്കെ ഉള്ളു. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് RS 2022 ഡിമാൻഡുള്ള സാധനം. RS കഴിഞ്ഞ ആഴ്ച കൊടുത്തു. 2 വണ്ടി കഴിഞ്ഞ ആഴ്ച കൊടുത്തു അല്ലേ? ചെക്കന്മാര് പൊളിച്ചെടുക്കാൻ പറ്റിയ വണ്ടിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ്, വേറെ സാധനമാണ്. കമ്പനി ഇത് നിർത്തിയതിനു ശേഷം ഇതിന് കുറച്ചും കൂടി ഡിമാൻഡ് കിട്ടാനും പണിയാണ്. ഇതേ കേൾക്കുള്ളൂ. മറ്റുള്ള വണ്ടിന്റെ മാതിരില്ല. RS അല്ലെങ്കിൽ ഇങ്ങനത്തെ റയർ വണ്ടികൾക്ക് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 2022 മോഡലാണ്, 20,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഓക്കെ 1.58 ഒരു 55 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇതല്ല കേട്ടോ, നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് ഇവര് വാട്ടി വെച്ചിട്ടുണ്ട്. അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് അത് പറഞ്ഞുതരാം അല്ലേ? നിങ്ങൾക്ക് മുതലാണ് സാധനമാണ്, നിങ്ങൾക്ക് മുതലാത്തൊരു സംഗതി നമ്മൾ കൊണ്ടുവരില്ല. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡൊമിനാർ ആണ്. ഓക്കെ ഡൊമിനാർ 250 അത്യാവശ്യം എൻക്വയറി ഉണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ കമന്റിൽ വരാറുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നമ്മൾ ചിലപ്പോൾ പല വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്തതുണ്ടാവും. അത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി, നമ്മൾ തന്നെ റെഡി ആക്കും അല്ലേ? നമ്മൾ ഓരോ കമന്റ് വായിച്ച് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് റീപ്ലൈ തരും. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ 250 ഇത് 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.35 റേറ്റ് ചോദിക്കണം. 1.35. അതുപോലെ തന്നെ നമുക്ക് സോറി റെഡ് കളർ എത്ര ചോദിക്കുന്നത്? 2022 മോഡൽ. 2022 മോഡൽ UG എഡിഷൻ ആട്ടോ. വണ്ടി വേറെ ലെവലാണ്, ഫുൾ മെക്കാനിക്കലും അതുപോലെ തന്നെ ബാറ്ററിയും എല്ലാം ഓക്കെയാണ്. എല്ലാ വണ്ടി ഏകദേശം ഫുൾ സെറ്റ് ആണ്. ഓക്കെ എത്രയാണ് ചോദിച്ചത്? ഇത് 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ പറയാം. ഓക്കെ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമുക്കൊരു 1.58 ഒക്കെ ആയിട്ട് വൈസർ കാര്യങ്ങൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ പൈസ വരുന്ന കേട്ടോ, നല്ല കോസ്റ്റ് വരുന്ന സാധനങ്ങളാണ് ഉണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയ പൈസ ഉള്ളത് വിചാരിക്കും, ഇതൊക്കെ നല്ല കോസ്റ്റ് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ അതുപോലെ തന്നെ അല്ലറ നല്ല നല്ല വർക്കുകളൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുൾ സെറ്റ് ആണ്. ഓക്കെ അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്? ഇതൊക്കെ ഡൊമിനാറൊക്കെയാണ്, ഈ ഫിനാൻസിനൊക്കെയാണ് എത്ര കയറുക? ഇതൊക്കെ നമുക്കൊരു 25 രൂപ ചെയ്യാം. 25 രൂപ ലെവൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ അതുപോലെ കസ്റ്റമർ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് ഇതൊക്കെ നമ്മൾ എല്ലാം ഒരു ബേസ് മോഡലാണ് പറഞ്ഞത്. ഏകദേശം ഒരു ഇതാണ്. കസ്റ്റമർ പല രീതിയിലുണ്ടാവും, നല്ല സിബിലുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും മോശമുള്ളതുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഏജ്, ജോബ്, സാലറി ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. ചില വണ്ടികൾ ഇതൊക്കെ 0 ഡൗൺ പേയ്മെന്റ് ഒരു മണി ഇറക്കാൻ കഴിയുന്ന വണ്ടിയായിരിക്കും. പക്ഷെ എന്താണോ, പക്ഷെ അതിന് കസ്റ്റമർ അത്രയും നല്ലൊരു ഉദ്യോഗമുള്ള ആളാവും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അങ്ങനെ ആവണം, അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഫിനാൻസ് റെഡി ആവില്ല. അങ്ങനെ റെഡി ആണത് സേർട്ട് ഫിനാൻസ് ഒക്കെ പക്ഷെ അത് അത്രയും പകുതി പൈസ സ്പോട്ട് ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവരുടെ ഫണ്ടിങ് കുറച്ച് ലിമിറ്റ് ഉണ്ട്, പകുതിയൊക്കെ. അതായത് 1,50,000 കിട്ടുള്ളൂ, 50-60 കിട്ടും. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് 100 ആണെങ്കിൽ മെട്രോ 2023 വണ്ടിയാണ്. ഓക്കെ 100 മെട്രോ ആണ്, ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. അതായത് ഹൈറ്റിന്റെ കാര്യത്തിലാണ് 100 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് നമുക്ക് കർവ് ചെയ്ത് ചെരിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയ റോയൽ എൻഫീൽഡിന്റെ ഒരു വെറൈറ്റി വണ്ടി. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ വരുന്നത് രണ്ടും അങ്ങനെ അത്യാവശ്യം ഡിമാൻഡുള്ള കളറാണ്. ഓക്കെ പിന്നെ ഫിറ്റിംഗ്സ് ഉണ്ട്, ക്രാഷ് കാർഡ് ആണെങ്കിലും വൈസർ ആണെങ്കിലും ബാക്കിലെ ഗ്രില്ല് ഓക്കെ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഒരു 1.83 ഒക്കെ. 1.83 എത്ര മോഡൽ? 2023. പുതിയ എത്ര വരുന്നുണ്ട്? ഏകദേശം 2.25 വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ സെറ്റ് ആണ്, നല്ല നീറ്റ് ആണ്, ടയർ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ്. ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 2022 മോഡൽ. ഓക്കെ എത്ര 19,000 ഓടിയിട്ടുള്ളൂ, നല്ല വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ ഇത് നമുക്കൊരു 1.70 റേഞ്ചിലല്ലേ? ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡുകളുടെ കളക്ഷൻ ആണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്, വർക്ക് ചെയ്ത സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതാണോ LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കുടുങ്ങിയതാണ്. എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? ഇത് 2020 മോഡലാണ്. 2020 മോഡൽ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.30 ചോദിക്കുന്നത്. എന്തിനൊക്കെ ചെയ്ത് കൊടുക്കാം, കൊടുക്കിങ്ങള് നിങ്ങൾ ഇങ്ങനെ റേറ്റ് കൂട്ടിയിടലിട്ട് റേറ്റ് കുറക്കി
നിങ്ങൾ ഇവിടെ ഈ പറയണതെന്ന് വെച്ചാല് നിങ്ങൾ മാക്സിമം കുറക്കണം എന്റെ അഭിപ്രായം നല്ല. കാരണം കസ്റ്റമർ നിങ്ങൾ വന്നിട്ട് എന്തായാലും നിങ്ങൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആദ്യം കുറച്ച് കൊടുത്താൽ കസ്റ്റമർ ഇതിൽ വന്നാട് കമന്റ് പറയും കൂടുതലാണ് റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ കുറച്ച് തരും നിങ്ങൾ ആ പേടി നിങ്ങൾ കൊടുക്കാം അല്ലേ? ഓക്കെ, അതാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ചു തരാം. യെസ്, അതാണ് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഒരു വേറെ ലെവൽ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ആണ്. എല്ലാ ടൈമിലും നമ്മളൊരു 5-6 പീസ് സ്റ്റാൻഡേർഡ് എന്താണോ ആ കിക്കർ അടിച്ചാലും ആളുകൾക്ക് എന്തോ അതിനോട് എന്തൊരു മുഹബത്താണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2021 തന്നെ 20 മോഡൽ. 20 മോഡൽ എത്ര ചോദിക്കുന്നത്? 1.28 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 1.28 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡുകളുടെ 2-3 കളക്ഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഏകദേശം ആയിട്ട് കിട്ടിയല്ലോ. സ്റ്റാൻഡേർഡ് ഇപ്പൊ ഇരിക്കണൊക്കെ നമുക്ക് 2020 സ്റ്റാൻഡേർഡ് എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം നമുക്ക്? പ്രൊഫൈൽ നോക്കിയിട്ട് സ്റ്റെബിലിറ്റി ഓക്കെ നമുക്ക് 0 മുതൽ ചെയ്യാം. അതായത് അതല്ല നോർമലി നമുക്ക് ഒരു 20 രൂപയ്ക്ക് ചെയ്യാം. 20 രൂപയ്ക്ക് ചെയ്യാം. 0 ഡൗൺ പേയ്മെന്റ് സ്റ്റാൻഡേർഡ് വഴിയാണ്. അതായത് കസ്റ്റമർ സ്റ്റാൻഡേർഡ് വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് ഞങ്ങൾ പ്രത്യേക ഒരു ഓഫർ ഉള്ളതിൽ 0 ഡൗൺ സ്കീം ഉണ്ട്. 0 ഡൗൺ പേയ്മെന്റ് സ്കീം ഉണ്ട്. അപ്പൊ അത് കസ്റ്റമർ പ്രൊഫൈല് കസ്റ്റമർക്ക് തന്നെ തീരുമാനിക്കാം. അതായത് 0 ഡൗൺ പേയ്മെന്റിൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന റോയൽ മോട്ടോഴ്സിന്റെ ഒരു വണ്ടിയാണ്. നമ്പർ അതാണ് ഇന്നലെ വന്ന വണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.48 ചോദിക്കുന്നത്. 1.48 ചോദിക്കുന്നത്. 2022 എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ. വണ്ടി വാഷ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, വാഷ് ചെയ്യാത്തൊന്നും കുഴപ്പമില്ല, നല്ല നീറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന KA ലൈറ്റ് വണ്ടിയാണ്. 2020 പുതിയ മോഡൽ സ്റ്റാൻഡേർഡ് സെൽഫുള്ള മോഡലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് കാർബറേറ്ററുള്ള വണ്ടിയാണ്. അത്യാവശ്യം മാർക്കറ്റ് കൂടുതലുള്ള വണ്ടിയാണ്. ഓക്കെ, 20 മുതൽ BS6 ആണല്ലോ. ഇത് കാർബറേറ്ററുള്ള വണ്ടി വരുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? പമ്പർ നല്ലൊരു വൃത്തിയല്ലോ. 1.38 കൊടുക്കാം. 1.38 നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് MT ആരാധകർ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ഇട്ടോളി. ഇതാ നല്ലൊരു MT ഉണ്ട്, നല്ല ബ്ലാക്ക് കളർ MT. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? MT-ന്റെ ഈ കണ്ണാണ് വെറൈറ്റി കേട്ടോ അല്ലേ? ഒരു വെറൈറ്റി മുന്നിൽ നിന്ന് ഏത് ഇരുട്ടത്ത് വരികയാണെങ്കിലും അത് MT ആണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് അത്രയും പവറാണ്, അത് പവർഫുൾ മെഷീനാണ്, പവർഫുൾ ലൈറ്റ് ആണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2021 മോഡലാണ്. ഓക്കെ, MT ബ്ലാക്ക് കുറച്ച് അത്യാവശ്യം ഡിമാൻഡിൽ റേറ്റിലും ചെറിയൊരു ബ്ലാക്ക് കളർ ആവുമ്പോൾ തന്നെ ഏകദേശം 10 രൂപ ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? നമുക്കൊരു 1.50 റേറ്റ് ചോദിക്കാം. 1.50 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത്. ബ്ലാക്ക് കളറാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഫുൾ സെറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് മുള്ളുള്ള ടയർ ആണ് കേട്ടോ. ടയർ കാര്യങ്ങൾ വണ്ടിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമ്മളെന്താ വെച്ചാലേ ഒരു കാര്യം പ്രത്യേകം പറയണേ, ഇപ്പോ ഈ വീഡിയോ നമ്മള് അപ്രതീക്ഷിതമായി എടുക്കാൻ തുടങ്ങിയാണ്. പക്ഷെ ഒരു 1.5 ആഴ്ച കൂടി നമ്മൾ കുറച്ച് വണ്ടി നമ്മൾ സെയിലായി പോയി. അതില്ലാന്നുണ്ടെങ്കിൽ MT-യും ഇതൊക്കെ കുറച്ചുകൂടി കൂടുതൽ സ്റ്റോക്ക് വിഷമിക്കണ്ട. വണ്ടികൾ വരാണ്ട് ഇപ്പൊ നമ്മളെ ഒരു കാര്യം കൂടി പറയാണ്ട്. ഇതിപ്പോ ഓൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളാണ്. നമുക്ക് ഏത് വണ്ടി ഇപ്പൊ ഇവിടെ ഇല്ലാത്ത വണ്ടിയാണെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടിയാണെങ്കിലും ഒക്കെ നമ്മൾ എൻക്വയറി ചെയ്താൽ മതി അല്ലേ? നമ്മൾ സെറ്റ് ആക്കി തരും. അതാണ് റഫീഖ് ഭായി പറഞ്ഞത്. അതായത് ഏത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന വണ്ടി നമുക്ക് അറേഞ്ച് കൊടുക്കാം. പക്ഷെ നമുക്ക് കൊടുക്കുന്ന വണ്ടി ക്വാളിറ്റി ആയിരിക്കണം. ഓണത്തിന് നിങ്ങൾക്ക് എന്തായാലും സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തായാലും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞുതരും, നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരും എന്താണെന്നുള്ളതൊക്കെ. കുറച്ചുകൂടി കഴിയട്ടെ. ഓക്കെ, NS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയാണ് എത്ര ചോദിക്കുന്നത്? റെഡ് കളർ 2022 മോഡലാണ്. ഓക്കെ, ലോ കിലോമീറ്റർ 8000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. ലോ കിലോമീറ്റർ ആണ്, 8000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? 1.38 1.38. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 160 ഒക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് 160 ആണ്, ബ്ലാക്ക് കളർ വരുന്ന ഈ NS. എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? 2022 മോഡല് 160 എന്ന് പറഞ്ഞാൽ NS-ന്റെ ആ ഒരു 200ന്റെ ലുക്ക് ഉണ്ടാവും ചെയ്യും. എന്നാലോ നമുക്ക് കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ടാവും കേട്ടോ. അത് നല്ലൊരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇതിനെ പറ്റി അറിയണോലുണ്ടെന്നുണ്ട് NS 160 എടുക്കും. എന്നിട്ട് 200ന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കിടക്കുന്ന ആൾക്കാർ. എത്രയാണ് നമുക്ക് 160 വെച്ചത്? ഇത് നമുക്കൊരു 98 രൂപ റേഞ്ചിൽ കൊടുക്കാം. 98 ആ ലെവലിൽ കൊടുക്കാം. 2020 NS എത്ര 78 രൂപ കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന NS 2021 NS. ഓക്കെ, എത്ര 78 രൂപ കൊടുക്കാം. N160 160യുടെ പുതിയ മോഡല്. ഓക്കെ, ഇത് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, എത്ര നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ എല്ലാ ടൈമിലും ഒരു വണ്ടിക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഈ സമയത്തുള്ള ഓഫർ ഈ വണ്ടിക്കാണ്. ഈ സ്റ്റോക്കിൽ എപ്പോഴും ഒരു വണ്ടി ഞങ്ങൾ ഓഫറായി കൊടുക്കും.
ആ ഓഫറുള്ള വണ്ടി സെയിൽ ആയി കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടിയും അതുപോലെ ഓഫറിലിടും. അങ്ങനെ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അങ്ങനെയാണ് ഈ വണ്ടിക്ക് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഈ വണ്ടി ഞങ്ങൾ 2022 ABS വരുന്ന വണ്ടിയാണ്, N160 ആണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് 98 രൂപ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 10 രൂപ നമ്മൾ നിലവിൽ ഓഫർ ഉണ്ട്. അതായത് 88,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി. ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? ഇത് 160ന്റെ 160 ലെവലിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ് ഇത്. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അല്ലേ? എല്ലാ സാധനവും ഉള്ളല്ലേ? എല്ലാം ഓക്കെയാണ്. വണ്ടി ഫുൾ പക്കയാണ്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ വണ്ടി സെയിൽ ആയി കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടി വരും. അപ്പൊ ഈ വണ്ടി സെയിൽ ആയാലാണ് അടുത്ത വണ്ടി വരിക അല്ലേ? ഓക്കെ, ഒരു സമയത്ത് എല്ലാം കോമൺ ആയിട്ട് എല്ലാത്തിനും ഓഫർ ഉണ്ട്. ഇതൊരു മെഗാ ഓഫർ ആയിട്ട് പോലെ ഇടുന്നതാണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു 150 പൾസർ. ഇത് പൾസർ 150 20 2021 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതെ, എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഓക്കെ, 88 രൂപ നമുക്ക് കൊടുക്കാം. 88 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇതാ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. ലൈറ്റ് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കസ്റ്റമർ അത്യാവശ്യം ട്രിപ്പ് ഒക്കെ പോകാൻ ആഗ്രഹിക്കണമെന്നാണ് തോന്നുന്നുണ്ട്. ലൈറ്റ് ഒക്കെ എക്സ്ട്രാ വെച്ചിട്ട് അല്ലേ? ഓക്കെ, പൾസറിനൊക്കെ അത്യാവശ്യം നല്ല വട്ടമുള്ള വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ വണ്ടിയാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു ഫോഗലാമ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു യാത്രക്ക് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 125 ആണ്. 125 പൾസർ. ഓക്കെ, 125 അത്യാവശ്യം സെയിൽ ഉണ്ട്. കാരണം ഇതിന്റെ മോഡൽ ഒറ്റ മോഡലിൽ കാണുമ്പോൾ പൾസർ 150 ഒക്കെ ആയിരുന്നു. ഓക്കെ, കസ്റ്റമർക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും ചെയ്യും. അങ്ങനെയാണ് എത്രയാണ് നമുക്ക് ഈ പൾസർ? ഇത് നമുക്കൊരു 79 രൂപ കൊടുക്കാം. 125 2022 മോഡൽ. 2022 മോഡൽ 79 രൂപ കൊടുക്കാം. 79 രൂപ. എക്സ്പൾസ് വരുന്നുണ്ട് അതേപോലെ തന്നെ. ഒന്ന് എക്സ്പൾസ് ആണ് 2020 2V. അതേപോലെ തന്നെ 4V വരുന്നുണ്ട്. 4V ഉണ്ട് 2022. ഈ ഒരു 2V ക്കാണ് എങ്ങനെയാണ് ചോദിക്കുന്നത്? 2V നമുക്ക് ഒരു 98 രൂപ കൊടുക്കാം. 98 ലെവലിൽ കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഫിനാൻസ് നമുക്ക് 20 രൂപ ഉണ്ട് ഇറക്കാം. ഈ പൾസറുകളൊക്കെ ആണെങ്കിലും NS ആണെങ്കിലും ഒക്കെ 20 ലെവലിൽ ഫിനാൻസിന് എടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സ്പൾസ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2022 4V. ഓക്കെ, ഒരു 137 ചോദിക്കുന്നത്. 137 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് മാക്സിമം കൊടുക്കാം. ഉറപ്പല്ല, അത് കുറച്ച് കൊടുക്കണം നിങ്ങളെ. അതുപോലെ തന്നെ നമുക്ക് FZ വരുന്നുണ്ട്. FZ ആണ് എങ്ങനെ? FZ 2022 V3 എങ്ങനെയാണ്? മൈലേജ് ഉണ്ടാവും. ഓക്കെ, എത്രയാണ്? ഒരു 1.5 കൊടുക്കാം. 1.5 ആ ലെവലിൽ കൊടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചോദിക്കുന്നത് 1.5 യൂണിക്കോൺ ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ യൂണിക്കോൺ ആഗ്രഹിക്കുന്നവരാണ്. ഇതാ നല്ല അടിപൊളി ഒരു യൂണിക്കോൺ, ഒരു ഗ്രേ കളർ വണ്ടിയാണ് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, വൃത്തിയുള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? 2019 മോഡൽ. എത്ര? 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു 78 രൂപ കൊടുക്കാം. 78 ആ ലെവലിൽ കൊടുക്കാം. ഓക്കെ, 78 ആ ലെവലിൽ കൊടുക്കാന്നാണത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഒരുപാട് വണ്ടികൾ ഇനിയും ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് CD100 പുതിയ മോഡൽ എത്രയാണ് ചോദിക്കുന്നത്? CD 110 മോഡൽ. സോറി 110 ആണ്. CD 110 ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 62 രൂപ റേഞ്ചിലൊക്കെ 62 ആ ലെവലിൽ ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. CT 110 ബജാജിന്റെ CT 110 അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഓക്കെ, 125 2022 125 ആണോ? 125. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പുറം ഷോറൂമിലുണ്ട്. 110 ഉണ്ട്, 125 ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. CC അവിടെ നോക്കാൻ വേണം. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 67 ആ റേഞ്ചിൽ കൊടുക്കാം. 67 റേഞ്ചിൽ. അതുപോലെ തന്നെ പ്ലാറ്റിന ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. മൈലേജും മെയിൻ്റെനൻസും കുറവാണ്. ഇത് 2021 മോഡലാണ്. ഓക്കെ, അലോയ് വീൽ, ഡിസ്ക് ബ്രേക്ക്, സെൽഫ്, ഡിജിറ്റൽ മീറ്റർ, ഓക്കെ, എല്ലാ ഓപ്ഷൻ വരുന്ന നല്ല സ്മൂത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹൈ ഗിയർ. ഇന്ത്യനും ഹൈ ഗിയർ ഉണ്ട്. ഹൈ ഗിയർ ഉണ്ടാകുമ്പോൾ വെച്ചാൽ 6 ഗിയർ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. H ഗിയർ. അതായത് നമുക്ക് അല്ലാതെ നമ്മൾ പവർ ഗിയർ അല്ല, കൂടുതൽ ഒന്നും കൂടി മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് തോന്നുന്നുണ്ട് അല്ലേ? എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് വണ്ടി? നമുക്കൊരു 50 രൂപ ലെവല്. കുറച്ച് കൊടുക്കാം. അഞ്ഞ് കുറച്ച് കൊടുക്കാം. നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 രൂപക്ക് ഒന്ന് ഉഷാറാക്കിയാണ്. നമ്മൾ കുറച്ച് തണുത്തോ? 10 രൂപ ഇല്ലല്ല, 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, 10 രൂപക്കാണ് കൊടുക്കുക അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു HF ഡിലക്സ് എത്രയാണ് ചോദിക്കുന്നത്? 2021 മോഡലാണ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡിൽ മാഷന്മാരെ കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? നമുക്കൊരു 57 രൂപ കൊടുക്കാം. 57 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡിയോ 2022 ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് സ്റ്റോക്കിൽ തന്നെ. കണ്ടീഷൻ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 79 ആ ലെവലിൽ. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 79 രൂപ ലാസ്റ്റ് കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഫിനാൻസ് നമുക്കൊരു 15 to 20 ഇടയിൽ നമുക്ക് ഫിനാൻസിനും കാര്യങ്ങൾക്കും സെറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡിയോ 2021 മോഡൽ. 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്?
ഇത് നമ്മൾ 75 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. ബസ്സിലൊക്കെ പോണവരിങ്ങനെ നോക്കുമ്പോഴേ പഴയമാരല്ലേ പണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊരു ഇതുണ്ടായി, നമുക്ക് ഫ്രീ ആയി പ്രശ്നമില്ലേ, റോട്ടുമ്പോൾ കൂടെ കൂളായിട്ട് നമുക്ക് ഏത് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ. ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ അറിയും, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടിട്ട് മെയിൻ ആക്കിയില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ബസ് നിൽ പോലും ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ നമ്മൾ കയ്യാഞ്ചിയിലേക്ക് ഓൻ്റെ ഒരു ജാടാറ് സംഭവം നമ്മൾ വീഡിയോ എടുക്കണം. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെയല്ല പറയാം, അങ്ങനെ ആവട്ടെ, നല്ല രീതിയിലാട്ടെ. നിങ്ങളും ആട്ടെ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കത്തട്ടെ. അതായത് ഇവർക്ക് റോയൽ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഇവരെ പേജ് ഉണ്ട്. ഇവരെ പേജിൽ ഞാൻ വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും. നല്ല ബഡ്ജറ്റിൽ പെട്ടെന്ന് വണ്ടി കാണുന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഈ കളക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ട്, ഞാൻ കാണല്ലേ, നല്ല അടിപൊളിയാണ്, ഉഷാറാട്ടെ. അതേപോലെ തന്നെ എന്തോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എനിക്ക് പാരായിട്ട്. ഓക്കെ, എങ്ങനെയാലും ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങളെ യൂട്യൂബിന്റെ പേരെന്ന് പറഞ്ഞോളി, റോയൽ മോട്ടോഴ്സ് യൂസ്ഡ് ബൈക്ക്. സ്ക്രീൻഷോട്ടും ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആരും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ആരും തകർക്കാനോ. ഞാൻ തമാശ കേട്ടോ, ഞാൻ ആക്കൊരു തമാശ പറയുന്നതാണ്, നമ്മൾ അങ്ങനല്ലേ. ഓക്കെ ഓക്കെ, അതായത് നമ്മളെ ചാനൽ ഉണ്ടെങ്കിലും അതൊക്കെ അതൊന്നും കുഴപ്പമില്ല. ഈ എന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങളെ ചാനലും നല്ല ക്ലിക്ക് ആയി പോട്ടെ. ഇപ്പൊ ഈ ഇൻസ്റ്റയില് വണ്ടി റീൽസ് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ വണ്ടിയെ കുറിച്ച് പറയാൻ കഴിയില്ല. അതായത് ഒരു 1.5 മിനിറ്റ് മാക്സിമം നമുക്ക് വീഡിയോ ചോദിക്കുന്നുണ്ട് വിശദമായിട്ട്, അതായത് ഡീറ്റെയിൽ റിവ്യൂ. ഇപ്പൊ ഒരു 220 പറ്റി എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കൊടുക്കാനുള്ള വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ആ വണ്ടിന്റെ റിവ്യൂ പോലെ ആണെങ്കിലും റഫീഖ് ഭായി അത് ഉഷാറാക്കി പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് യൂട്യൂബിൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ഉഷാറാട്ടെ. പിന്നെന്താ, ഓക്കെ. അപ്പൊ നമുക്ക് റേസറ്റാർ പറയാം അടുത്തത്. സോറി, എൻടോർക്ക്. ഇത് എൻടോർക്ക്. ഓക്കെ, എൻടോർക്ക് ആണ് 21 മോഡലാ. ഓക്കെ, എല്ലാ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പറഞ്ഞോളി. 75 ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ 15 രൂപ ഉണ്ടെങ്കിൽ ഓർക്കാം. നമുക്ക് ഫാസിനോ വരുന്നുണ്ട്, മൈലേജിലുള്ള മോഡൽ. അത്യാവശ്യം നമുക്ക് ഫിനാൻസ് കിട്ടുന്നുണ്ട്. ടി വി എസിന്റെ വണ്ടി പറഞ്ഞാൽ പിന്നെ 10 പവറും ഉണ്ട്. മൈലേജിൽ മാത്രം കുറച്ച് കുറവുണ്ടെങ്കിലും പവർ കുറവില്ല. എല്ലാവർക്കും തടിയുള്ള ആളുകൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2021 മോഡൽ ഹൈബ്രിഡ് ആണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 75 റഫീഖ് ഭായി വീഡിയോ എടുക്കുന്ന നേരത്തെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുക. അവിടെ ഇങ്ങനെ കസ്റ്റമർ വന്നിട്ടുണ്ടേ, പല കസ്റ്റമറും അവിടെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ വണ്ടികൾ സെയിലായി പോകുന്നുണ്ട്. അവിടെ നെഹാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുണ്ട്, പാർട്ണർ. അപ്പോൾ അവരാണ് അവിടെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. KSRTC പോകണുണ്ടോ നമ്മൾ കൂടെ? എന്താ വെച്ചാൽ കേട്ടോ, ഇപ്പുറത്ത് പോയി ക്യൂന് പറഞ്ഞ ബസ് പോകുന്നുണ്ട്, അതുപോലെ ലോറി പോകുന്നുണ്ട്. നമുക്ക് വണ്ടികളാണെങ്കിലും ഇതിൽ കൂടെ പോണ നിങ്ങൾക്ക് വന്നിട്ട് വണ്ടി വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അങ്ങനെ പല വണ്ടികളും ബസ്സിലൊക്കെ പോയിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് എടുത്തു പോവാം. സൗകര്യം ഉണ്ട് ഇവിടെ. പല ഷോപ്പിലും പോകുമ്പോഴുള്ള പരാതിയാണ് അവിടേക്ക് റൂട്ടിൽ പോകാനുള്ള സൗകര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെയിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നേരെ ബസ് കയറിയിട്ട് ഇങ്ങോട്ട് പോരാ. ഇവിടെ വന്നിട്ട് മധ്യ കേരളത്തിലാണ്. അതെ, തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള കസ്റ്റമേഴ്സിന് വരാൻ സുഖമാണ്. മലബാർ ഏരിയ എന്നുള്ള കാസർഗോഡ് കണ്ണൂർ വരാൻ സുഖമാണ്. അതേപോലെ തന്നെ നമ്മള് പാലക്കാട് ജില്ലയിലും ഇല്ല, മലപ്പുറം ജില്ലയിലും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അതായത് മലപ്പുറത്താണ് സംഗതി ഉള്ളതെങ്കിലും പാലക്കാട് നമുക്കൊരു ഷോറൂം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത് അല്ലേ. പാലക്കാട് ജില്ലയിലല്ല, പാലക്കാട് മലപ്പുറം കുറെ കസ്റ്റമർ പാലക്കാട് ചോദിക്കുന്നുണ്ട്. പട്ടാമ്പിയും പാലക്കാട് തമ്മിൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതെ, ഏതായാലും പാലക്കാടിലെ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് വേറൊരു ഷോറൂം ഉണ്ട്. അവിടെ നമ്മൾ ആളെ പേരെന്തേലും മഹേഷ് ബ്രോനെ ജസ്റ്റ് ഞാനൊന്ന് ഉൾപ്പെടുത്താം വീഡിയോയില്. ഞാൻ അവിടെ പോകുന്നുണ്ട്, നോക്കട്ടെ എന്തായാലും. ഓക്കെ, സാഹചര്യങ്ങൾ എങ്ങനെ നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് അവിടെ പോകാം. ഫാസിനോന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു 2021 ഹൈബ്രിഡ് ചോദിക്കുന്ന പ്രൈസ് 75. 2021 നോൺ ഹൈബ്രിഡ് വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. വണ്ടി കഴുകിയിട്ടില്ല. നിങ്ങൾക്ക് വന്നിട്ട് വരുമ്പോ നിങ്ങൾക്ക് ഡെലിവറി ഒക്കെ ചെയ്യുമ്പോ ഇവരത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീൽ ചെയ്തിട്ട് നല്ല അടിപൊളി പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് TVS ജൂപ്പിറ്റർ 2020 ഉള്ള വണ്ടിയാണ്. എത്ര 110 cc നല്ല മൈലേജുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 75 രൂപ. 2022 മോഡൽ. നമുക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ അതും ഒരു 10-20 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടികൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ഇതാ ഇങ്ങനെ ഞാൻ റഫീഖ് ഭായി നടന്നു പോകുന്നതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ വണ്ടികൾ മാത്രല്ല, നമുക്ക് ഏത് വണ്ടി വേണോ നിങ്ങളത് കമന്റ് ഇട്ടാൽ മതി. നമുക്ക് ഈ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യാവുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിക്സി ആയിരിക്കും. സോറി, ഞാൻ പറയണോ? പറയണ്ട. എന്തായിരിക്കും ഏകദേശം ഒരു ക്ലൂ കൊടുക്കില്ല നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ആളുകൾ
എന്തായിരിക്കും ഇതിപ്പോ നമുക്ക് ഇതിന് നമ്മൾ അതിനുള്ള ഒരു റേറ്റ് കൂട്ടിയിട്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് ഉദ്ദേശിച്ച ഒരു സംഗതിയാണ്. അത് ഏകദേശം ക്ലൂ കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പോണത്. നല്ലൊരു അത്യാവശ്യം അതായത് ഓണത്തിന് നിങ്ങളെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനാണെങ്കിൽ നിങ്ങളെ മോന് വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യക്ക് വണ്ടി എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വണ്ടി എടുത്ത് കൊടുക്കാനോ എന്തിനാണെങ്കിലും നിങ്ങൾ അവരെ കൊണ്ടുവന്നാൽ ആ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സംഗതി, ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിരിക്കും. ഒരു വാല്യൂ, നല്ലൊരു ഗിഫ്റ്റ്, അത് അത്യാവശ്യം വാല്യൂ ഉണ്ടാവും. സർപ്രൈസ് തന്നെയാണ്, നമ്മൾ പറയണ്ട. പറഞ്ഞു കഴിയുമ്പോ നമുക്കൊരു ആ ഒരു ഇത് കിട്ടില്ല. അപ്പൊ ആളുകൾ കാൽക്കുലേറ്റ് ചെയ്യും ഇതാണോ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോ ഒരു കബളിപ്പിക്കലാന്നുള്ള തോന്നല്. അല്ല, സാധനങ്ങൾക്ക് വാല്യൂ ഉള്ള കിട്ടും, നല്ലൊരു എമൗണ്ട് ഉള്ളത്. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് സസ്പെൻസ് തന്നെയാണ് അല്ലെ. ആ ഡെലിവറി സെക്ഷനിൽ നമ്മൾ വണ്ടി എല്ലാം എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൈസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു വരവുണ്ടാവും ബാക്കിലൂടെ നിങ്ങളെ അല്ലേ. അത് ആ ഗിഫ്റ്റ് ഒരു ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ള ഓരോരുത്തർക്കും വെറൈറ്റി ആയിരിക്കും. എത്ര ആഴ്ച ഗ്യാപ്പ് ഉണ്ടോ അങ്ങനെ? നമുക്കതൊരു സമയം നമ്മൾ പെട്ടെന്ന് വീഡിയോ കൊണ്ട് സമയം നോക്കിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾ പറഞ്ഞോളി, അത് ഏകദേശം ഒരു കാൽക്കുലേറ്റർ പറഞ്ഞാൽ മതി. 20 തീയതി അടുത്ത മാസം 30 കൊടുക്കാം. ഓക്കെ. അപ്പം ഓഫർ ഇത് ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഓഫറാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഫർ അടുത്ത മാസം 30 തീയതി വരെയാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത്. അപ്പൊ 30 തീയതി വരെ നിങ്ങൾക്ക് വേണ്ടി ഈ ഓഫർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ? അതായത് ഈ മാസമല്ലല്ലോ, ഈ മാസമല്ല, അടുത്ത ഇതിപ്പോ 20 തീയതി ആണ് ഏകദേശം ഉള്ളത്. ഈ മാസം 20 മുതൽ അടുത്ത മാസം സെപ്റ്റംബർ 30 തീയതി വരെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ്പൊ വീഡിയോ കാണണം നിങ്ങളെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്കും വണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തെടുത്തോളി, എല്ലാവരും അറിയിച്ചോളി. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ, പെരിന്തൽമണ്ണ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരിന്തൽമണ്ണ ടു പട്ടാമ്പി റോട്ടില്, അതായത് പട്ടാമ്പി റോഡാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പട്ടാമ്പി റോട്ടിലാണ്. അതിന്റെ നേരെ ഇവിടെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമുക്ക് ബസ് സൗകര്യം, ട്രെയിന് കാര്യങ്ങളെല്ലാം ഈ റോഡിന്റെ കുറച്ചങ്ങോട്ട് പോയ ട്രെയിൻ ഉണ്ട്, ഈ റോട്ടിലൂടെ ബസ്സും ഉണ്ട്. പിന്നെ നമ്മളെ കുറെ കസ്റ്റമർ എന്തായാലും ഇപ്പോ സ്പൾബറിന് വീഡിയോക്ക് ശേഷം നമ്മളെ മൊബൈലിന്റെ മിക്കവാറും നിറയും, അത്യാവശ്യം കോളുകൾ വരാറുണ്ട്. അപ്പോ ഈ തിരക്കിനടക്കി അപ്പൊ കോളുകൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മള് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഏതാ വണ്ടി ഡീറ്റെയിൽ പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലിയർ റീപ്ലൈ കാര്യങ്ങളുള്ളിൽ 2-3 ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ നിൽക്കുന്ന ആൾക്ക് മാത്രമല്ല, സ്റ്റാഫിനായിട്ട് 5-6 ആൾക്കാർ അതിന്റെ ഉള്ളിൽ അവിടെ അങ്ങനെ റേസ് ആക്കുന്ന വെച്ചേട്ടോ. അത് വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാസ് ബ്രോ ഷറല്ലേ, അതായത് ഇവർ 2 പേരാണ് ഷോറൂമിന്റെ പാർട്ണർമാര്. പിന്നെ അപ്പുറത്തൊരു ഷോറൂം ഉണ്ട്, അവിടെയും വേറെ ആളുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഇവിടെ റെഡിയാണ്. അപ്പോൾ വണ്ടി വാങ്ങണമെങ്കിലും വണ്ടി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും വണ്ടി നിങ്ങളുടേത് വിൽക്കണമെങ്കിലും ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബെസ്റ്റ് പ്രൈസിൽ വണ്ടി നിങ്ങൾക്ക് സെറ്റാക്കി തരും അല്ലേ. അതാണ് നമ്മൾ ക്വാളിറ്റി. അപ്പം നേരെ വന്നോളി പുലാമന്തോളിലേക്ക്. ഇനി നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റോയൽ മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളി. സ്പൾബർ എന്നുള്ള നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളി. അതുപോലെ തന്നെ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ അവർ കമന്റ് ഇടുന്ന, നിങ്ങൾ എന്താണോ അതിൽ കമന്റ് ഇടുന്നത് അതിനനുസരിച്ചുള്ള നല്ല നല്ല വീഡിയോസുകൾ ഇവരേതായാലും അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടണം. എന്നോട് മൈക്ക് ഏതാണ് നമുക്ക് എടുക്കേണ്ടത്, നല്ല ഒരു ബ്രാൻഡ് പറഞ്ഞോണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈക്ക് വാങ്ങി ഇവർ വെച്ചിട്ടുണ്ട്, ഇനി വീഡിയോ എടുത്താൽ മതി അല്ലേ. എല്ലാം സെറ്റാണ്. ഞാൻ ജസ്റ്റ് നമ്മളെ പാലക്കാട് ഷോറൂമിലേക്ക് കൂടി പോയി നോക്കാം, അതായത് നമ്മളെ പട്ടാമ്പി ഷോറൂമിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. അവിടുത്തെ വിഷയം അവിടെ മഹേഷ് ബ്രോ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. മഹേഷ് ബ്രോനെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ റോയൽ മോട്ടോഴ്സ് പുലാമന്തോളിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള നമ്മളെ പട്ടാമ്പിയിലേക്ക് എത്തിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ ഇതാ ഷോറൂമിന്റെ ഉള്ളിലാണ് ഫുള്ള് വണ്ടികൾ. വെയിലായതുകൊണ്ട് പുറത്തൊന്നും വണ്ടി വെച്ചില്ല. മഹേഷ് ബ്രോ ഇന്ന് പൊളിക്കല്ലേ നമുക്ക് തകർക്കുന്ന മൈക്കോടെ ഒന്ന് ജസ്റ്റ് വെക്കട്ടെ. അതായത് നമ്മുടെ അടുത്ത് ഇപ്പൊ അവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അതിലിപ്പോ മാറ്റുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാല് അപ്പാച്ചി ഉണ്ട്, അതുപോലെ തന്നെ സ്പ്ലെൻഡർ, പിന്നെ ആക്റ്റീവ, അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. പിന്നെ 220 ഒന്നുകൂടി ഇവിടെ ഉണ്ട് അല്ലേ. ജൂപ്പിറ്റർ പുതിയ മോഡലുണ്ട്. എന്താ പാടകെ സുഖല്ലേ, എന്താ അവസ്ഥ? ഓക്കെ, നമുക്ക് ഇവിടെ ആണെങ്കിലും നല്ല ബെസ്റ്റ് പ്രൈസിൽ വണ്ടികൾ കൊടുക്കൂലേ? തീർച്ചയായിട്ടും ക്വാളിറ്റിയോടെ കൊടുക്കൂലേ? ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല ഫുൾ സെറ്റ് അല്ലേ? നമ്മളെപ്പോഴും പറയുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു പ്രൈസിൽ കുഴപ്പമില്ല. അതായത് പ്രൈസിൽ കുറച്ച് കുറഞ്ഞാലും ക്വാളിറ്റിയിൽ യാതൊരു സ്പ്ലെൻഡർ ഉണ്ട്. ആ സ്പ്ലെൻഡർ ഉണ്ട്, നമ്മുടെ 2022 മോഡലാണ്. ഓക്കെ, 22 മോഡൽ, 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ജസ്റ്റ് ഒന്ന് കാണാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. സ്പ്ലെൻഡർ ആഗ്രഹിക്കുന്നവർക്ക് ഫിനാൻസിന് സ്പ്ലെൻഡർ വേണമെങ്കിൽ ഇതാ നല്ല അടിപൊളി വണ്ടി.
ഓക്കെ. സ്പ്ലെൻഡർ എത്ര നമുക്ക് ചോദിക്കുന്നത്? സ്പ്ലെൻഡർ നമുക്ക് 65,000 ഫിനാൻസ് വേറെ ഒരു 10 രൂപ കണ്ടുന്നുണ്ട്. ഈ ഫിനാൻസിന് നമുക്ക് സ്പ്ലെൻഡർ കൊണ്ട്, അതായത് പുതിയ മോഡൽ സ്പ്ലെൻഡർ നിങ്ങൾക്ക് ഫിനാൻസിന് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഷൈന് മറ്റുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് പാലക്കാട് പട്ടാമ്പിയുള്ള വണ്ടി കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അവിടെ അവെഞ്ചർ ഉണ്ട്. അവെഞ്ചറും അതുപോലെ തന്നെ 220, പൾസർ 180 അങ്ങനെ എല്ലാവിധ വണ്ടികളും എല്ലാ കളക്ഷൻസും ഓണത്തിന് വേണ്ടിയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഓണത്തിന് നമ്മൾ വമ്പൻ ഓഫറുകൾ കാര്യങ്ങളൊക്കെ വീഡിയോസുകൾ നമ്മൾ അവിടുന്ന് ചെയ്തു പോന്നിട്ടുണ്ട്. അപ്പൊ പാലക്കാടും ഇതേ ഓഫറുകൾ കാര്യങ്ങളുണ്ട്. ഡെലിവറി ചെയ്യുന്ന സമയത്ത് സസ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യും. നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. മഹേഷ് ബ്രോ, എല്ലാത്തിനും ഫിനാൻസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമുക്ക് ഫിനാൻസ് നോക്കാം. ഒന്നിനും ഒരു കുറവില്ല. എന്തെങ്കിലും 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. എന്തായാലും നിങ്ങൾ റോയൽ മോട്ടോഴ്സിലേക്ക് വരിക. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ വില കുറച്ച് കുറഞ്ഞാലും ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. പിന്നെ സ്പെൽബർബയുടെ നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക, കോൾ ചെയ്യുക, നേരിട്ട് ഷോറൂമിലേക്ക് വരിക. ഓണം നമ്മൾ ഒരുമിച്ച് തകർക്കും. അപ്പൊ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ട് മഹേഷ് ബ്രോയുടെയും അതുപോലെ തന്നെ പുലാമന്തോടുള്ള ഷോപ്പിലെ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവരെ കൂടി കാണിച്ചു തരാൻ. വെയിലായതുകൊണ്ടായിരിക്കും പുറത്ത് നല്ല വെയിലല്ല, നല്ല വെയിലാണ് ഈ ഒരു സ്ഥലം. അതായത് നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് ഒന്നുകൂടി പറഞ്ഞു. മഹേഷ് ബ്രോ ഒന്ന് ജസ്റ്റ് ബ്രോ എന്നേ ഞാൻ വിളിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ലൊക്കേഷൻ നമ്മൾ പട്ടാമ്പിന്ന് നേരെ ശങ്കരമംഗലം, പെരിന്തൽമണ്ണ റോഡിൽ ശങ്കരമംഗലം പട്ടാമ്പി സ്റ്റാൻഡിന് വെറും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പൊ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കൂൾ പടി ശങ്കരമംഗലം സ്കൂൾ പടിയാണ് നമ്മുടെ ലൊക്കേഷൻ. വന്നിറങ്ങി ബസ് വന്നിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് നേരെ നമ്മുടെ ഷോറൂമിലേക്ക്. ഇത് നേരെ പെരിന്തൽമണ്ണ കോഴിക്കോട് അങ്ങനെ കോഴിക്കോടേക്ക് പോകുന്നതിന് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. റോയൽ മോട്ടോഴ്സ്. അപ്പൊ നീ നേരെ വന്നോളി. വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് ഇവിടെ കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മലയാളി. ഓക്കെ. അപ്പൊ നമ്മളെ വീഡിയോസ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം റോയൽ മോട്ടോഴ്സിലേക്ക് വരിക, സ്വന്തമാക്കുക. അതുപോലെ തന്നെ വണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ. എന്നാ താങ്ക് യു. അപ്പൊ നഹാസ് ബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി കൊടുക്കണം കസ്റ്റമർക്ക് വിത്ത് സർവീസാ കൊടുക്കണം. സർവീസ് മീൻസ് നമ്മള് വണ്ടി ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യും. നേരത്തെ റഫീഖ് ഭായി അവിടെ പറഞ്ഞിരുന്നു സർവീസ് നമുക്ക് വണ്ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ എങ്ങനെയാണ് സംഭവം? കവറൊക്കെ ഉണ്ടോ? നമ്മള് കസ്റ്റമർക്ക് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ 2 ആഴ്ച ചെക്ക് ചെയ്തോട്ടെ. 2 ആഴ്ച ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ സർവീസ് കൊടുക്കും. അപ്പൊ ഫ്രീ സർവീസിൽ കസ്റ്റമർക്ക് കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അല്ലേ? ബുക്കാണ്, അതായത് സർവീസ് ബുക്ക്. അതായത് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം ആ ഒരു ഗ്യാരണ്ടി രീതിയിൽ. അപ്പൊ കസ്റ്റമർ ഒന്നുകൂടി വണ്ടി വാങ്ങാനും താല്പര്യം ഉണ്ടാവുമല്ലോ. വിശ്വസിച്ചെടുക്കാം അല്ലേ? 1 month വാറണ്ടി, 1 ഫ്രീ സർവീസ്, ഇങ്ങനത്തെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? അതായത് വണ്ടി എടുത്ത ഡേറ്റ് മുതൽ 1 മാസം അല്ലെങ്കിൽ 500 കിലോമീറ്റർ നമ്മൾ ചെക്കിംഗ് പീരീഡ് കൊടുക്കും. അത് കഴിഞ്ഞ ഒരു സർവീസിന് വരുമ്പോൾ ലേബർ ചാർജും വാഷിംഗും എല്ലാം ഫ്രീ ആയിരിക്കും, പുതിയ വണ്ടി എടുത്ത പോലെ. അതിൽ ഓയിൽ ഫിൽറ്റർ എന്തെങ്കിലും മാറാണെങ്കിൽ അതിന്റെ പൈസ മാത്രം അടക്കാം. വേറെ മേജർ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 9 സർവീസ് കൊടുക്കുന്നുണ്ട്. അതില് 10% ലേബർ ചാർജിലും 5% സ്പെയറിലും ഓയിലും ഡിസ്കൗണ്ട് ഉണ്ട്. ഫസ്റ്റ് സർവീസിൽ ലേബർ ചാർജും വണ്ടി സർവീസ് ചെയ്യുന്നവർക്ക് അതിനും ഓഫർ ഉണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ആദ്യം ബജാജിന്റെ ഷോറൂമിലേനു, ആ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ സർവീസ്. ബജാജിന്റെ ഷോറൂമേനെ. അപ്പൊ ഏത് വണ്ടിക്കാണെങ്കിലും ഇപ്പൊ സർവീസ് കിട്ടും. എല്ലാ വണ്ടിക്കും കിട്ടും. KTM ആണെങ്കിലും MT ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ബുള്ളറ്റ് ആണെങ്കിലും എല്ലാ വണ്ടിക്കും സർവീസ് കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അതിനും അവൈലബിൾ ആണ്. ഈ സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അല്ലേ? അതിനും വരാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നേരെ പുലാമന്തോളിലേക്ക് വന്നോളി. സർവീസ് ചെയ്യാനാണെങ്കിലും നേരെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വണ്ടിന്റെ A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്.